ഹലോ വെൽക്കം ബാക്ക് ടു ഇൻസ്പിറേഷൻ ആൻഡ് ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞു 19 ഇയേഴ്സായാലും 90കളിലും യൗവനത്തിലിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ പറയുമ്പോൾ ഇച്ചിരി കൂടുതലാണ് എന്ന് തോന്നുന്നുണ്ടാവും. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ പ്രോപ്പറായിട്ട് നമ്മൾ ശ്രദ്ധിക്കുവാണെങ്കിൽ നമുക്ക് പ്രായം എന്ന് പറയുന്നത് ഒരു സംഭവമില്ല. ഏത് പ്രായത്തിലും നമ്മൾ ആഗ്രഹിക്കുവാണെങ്കിൽ നമുക്ക് എങ്ങായിട്ടിരിക്കാൻ പറ്റും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇന്ന് ഞാനൊരു അടിപൊളി ഫേസ് പാക്കാണ് പറഞ്ഞു തരുന്നത് കേട്ടോ. എന്ന് വെച്ചിട്ട് അത് 19 ഇയേഴ്സ് ആയവർക്കോ ഒത്തിരി പ്രായമായവർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്നതല്ല, പ്രായം ആവാതെ ഇരിക്കാൻ. അതായത് പ്രായം എന്നുള്ളത് ആ ഒരു നമ്പർ അല്ലെങ്കിൽ ആ ഒരു കൗണ്ട് അത് നമുക്ക് ആയിക്കൊണ്ടിരിക്കും. അതിലല്ല കാര്യം. നമ്മൾക്ക് കാണുമ്പോൾ നമ്മളെപ്പോഴും നമുക്ക് എങ്ങായിട്ട് ഇരിക്കുവാണെങ്കിൽ നമുക്ക് ആദ്യം ഒരു ഫീൽ വരണം അല്ലേ. അപ്പോൾ അതിന് നമുക്ക് എന്ത് വേണം? നമ്മുടെ സ്കിന്നൊക്കെ നല്ല ഗ്ലോ ആയിരിക്കണം. അതുപോലെ തന്നെ പെട്ടെന്ന് റിങ്കിൾസ് ഒന്നും വരാൻ പാടില്ല. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. പെട്ടെന്ന് ചുളിവൊന്നും വരരുത്, എപ്പോഴും നല്ല ഗ്ലോ ആയിട്ടിരിക്കണം എന്നൊക്കെ. അപ്പോൾ അതിനായിട്ട് ഇന്ന് ഞാൻ അടിപൊളി ഒരു പാക്കാണ് ഇവിടെ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ ഏത് പാക്ക് എന്ത് യൂസ് ചെയ്താലും ഏത് പ്രായത്തിലും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മൾ ഇരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് പ്രോപ്പർ സ്കിൻ കെയർ, പ്രോപ്പർ ഡയറ്റ്, ഇതെല്ലാം തന്നെ നമ്മൾ ഫോളോ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഏജ് ഒരു മാറ്ററല്ല, ഒരു പ്രശ്നവുമില്ല. ഏത് പ്രായത്തിലും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്ക് എങ്ങായിട്ട് തന്നെ ഇരിക്കാൻ പറ്റും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഒരു അടിപൊളി ഫേസ് പാക്ക് തന്നെ പറഞ്ഞുതരാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിന് മുമ്പായിട്ട് സ്കിൻ കെയർ ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ വീഡിയോ കാണുന്ന എല്ലാവരുടെയും ആഗ്രഹം അതായിരിക്കും, എല്ലാ കാലത്തും നമ്മൾ ചെറുപ്പമായിട്ടിരിക്കണം എന്നുള്ളത്. അപ്പോൾ വീണ്ടും പറയുകയാണ്, CTM ചെയ്യണം. ഒരു ബേസിക് ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ റൊട്ടീനാണ് CTM എന്നുള്ളത്. മോർണിംഗ് ആൻഡ് ഈവനിങ് നിർബന്ധമായിട്ട് ചെയ്യുക. അതിൻ്റെ കൂടെ നമുക്ക് ഓരോ ഏജിനനുസരിച്ചിട്ടും വൈറ്റമിൻ C എടുക്കുക, കൊളോജിൻ എടുക്കുക, കൊളോജിൻ ആണെങ്കിലുള്ള മോയ്സ്ചറൈസർ എടുക്കുക. ഓരോ പ്രായത്തിനനുസരിച്ച് നമ്മൾ ഓരോ രീതിയിലുള്ള പ്രൊഡക്റ്റുകൾ കറക്റ്റായിട്ട് നമുക്ക് ഓരോ പ്രായത്തിനനുസരിച്ച് എന്ത് പ്രൊഡക്റ്റ് എടുക്കണം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പ്രൊഡക്റ്റ് ചൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള റിസൾട്ട് എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് പാക്ക് നോക്കാം കേട്ടോ. ഇതൊരു 30 വയസ്സിലോ 40 വയസ്സിലുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. കാരണം നമ്മളിത് നേരത്തെ ഇതെല്ലാം ചെയ്യുവാണെന്നുണ്ടെങ്കിലും നമ്മുടെ സ്കിൻ നമുക്ക് പ്രോപ്പറായിട്ട് ചുളിവുകളൊന്നും ഇല്ലാതെ എങ്ങായിട്ട് വയ്ക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം നമ്മളുടെ പാക്കിലേക്ക് നമുക്കിവിടെ വേണ്ടതെന്ന് വെച്ചാൽ നല്ല പഴുത്ത ഒരു റോബസ്റ്റ് പഴം എടുക്കുക. റോബസ്റ്റ് പഴം എന്ന് പറയുമ്പോൾ നമുക്ക് ഷോപ്പിൽ കിട്ടും, പച്ച കളറിലുണ്ടാവുമല്ലോ. ഒരു ഗ്രീൻ റോബസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ യെല്ലോ റോബസ്റ്റ് ഉണ്ട്. യെല്ലോ പഴം വലുതില്ല, ഇപ്പോൾ നമ്മൾ മാർക്കറ്റിലൊക്കെ കിട്ടുന്ന ഒരു സംഭവമാണ്. അതെടുക്കുക, ഒരു ഹാഫ് കട്ട് ചെയ്തെടുക്കുക. റോബസ്റ്റ് ഇനി ഗ്രീൻ ആണെങ്കിൽ നമുക്കത് കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഗ്രീൻ അങ്ങനെ തന്നെ എടുത്തോളൂ. അതിലൊരു ഹാഫായിട്ട് കട്ട് ചെയ്യുക. ചിലപ്പോൾ ചെറുതാണെങ്കിൽ മുഴുവനും എടുത്തോളൂ, വലിയ പഴമാണെങ്കിൽ മാത്രം ഹാഫ് വെച്ച് കട്ട് ചെയ്യുക. എന്നിട്ട് ചെറുതായിട്ട് സ്ലൈസായിട്ട് കട്ട് ചെയ്ത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്യുന്നത് വളരെ നൈസിൽ കട്ട് ചെയ്യാം. എന്നിട്ട് നമുക്കിതൊന്ന് ഉടച്ചെടുക്കണം കേട്ടോ. നല്ല രീതിയിലൊന്ന് നന്നായിട്ട് ഒന്നെങ്കിൽ കൈകൊണ്ട് ചെയ്യുമ്പോൾ ചെറിയ ഇതൊക്കെ ഉണ്ടാവും. നമുക്ക് വേറെ ഏതെങ്കിലും രീതിയിൽ, അതായത് നമ്മൾ ബ്ലെൻഡറിലൊന്നും ഇടരുത്, അതുപോലെ മിക്സി ജാറിലൊന്നും വേണ്ട. കൈകൊണ്ട് മാക്സിമം ഉടച്ചെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ഈ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നമ്മൾ ഇടിക്കുമല്ലോ, ജിഞ്ചർ ഗാർലിക്കൊക്കെ പേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു സംഭവത്തിലേക്ക് ഇട്ടിട്ടാണെങ്കിലും നന്നായിട്ട് ഒന്ന് പേസ്റ്റ് അതിലിടുമ്പോൾ സൂക്ഷിക്കുക. അല്ലെങ്കിൽ നമ്മൾ ഇതൊക്കെ ഗാർലിക്കൊക്കെ ഇടിച്ചതിലാണെങ്കിൽ നമ്മൾ ഫേസൊക്കെ പ്രശ്നമാകും. സോ അതുകൊണ്ട് അത്രയും ക്ലിയർ ആയിട്ടുള്ള, ഞാൻ ഉദ്ദേശിച്ചത് ആ ഒരു രീതിയിലായിരിക്കണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ കൈകൊണ്ട് തന്നെ നന്നായിട്ട്, നല്ല പഴുത്ത പഴമല്ല, നന്നായിട്ട് കൈകൊണ്ട് ഉടച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് അടുത്ത് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഒരു ക്യാരറ്റ് നന്നായിട്ട് സ്കിന്നൊക്കെ പീൽ ചെയ്തെടുത്ത് നന്നായിട്ട് ഒരെണ്ണം ഫുള്ളും വേണമെന്നില്ല, ഹാഫ് മതി. നന്നായിട്ട് ഗ്രേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ അത്രയും കുഞ്ഞിതിൽ വേണം ഗ്രേറ്റ് ചെയ്യാൻ കേട്ടോ. തരി പോലെ ആയിരിക്കും, അത്രയും നൈസിൽ എടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ഒരു നമ്മളുടെ ഈ പഴമുണ്ടല്ലോ അതിൻ്റെ കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ശരിക്കും ഇത് രണ്ടും നല്ല പേസ്റ്റ് പോലെ വരണം, ആ രീതിയിലേക്ക് ആക്കണം കേട്ടോ. ആ രീതിയിൽ നമ്മൾ അത്ര നൈസായിട്ട് വേണം നമ്മൾ ഗ്രേറ്റ് ചെയ്ത് ഇതൊന്ന് ഉടയ്ക്കണം കേട്ടോ. എന്നിട്ട് വേണം ഇത് മിക്സ് ചെയ്യാൻ കേട്ടോ. ജസ്റ്റ് ഒന്ന് ഉടച്ചെടുക്കുക, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് രണ്ടും കൂടെ നല്ലൊരു പേസ്റ്റ് പോലെ ആകുന്ന രീതിയിലേക്ക് എടുക്കുന്നതായിരിക്കും നല്ലത്. മിക്സിയിലിട്ട് അടിക്കുമ്പോൾ അതിൻ്റെ ഒരു ഇത് പോകും. അതുകൊണ്ട് അത്രയും വേണ്ട, പക്ഷെ ഓവർ ഇതാവാനും പാടില്ല, ഒത്തിരി കട്ടിയാവാനും പാടില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു രീതിയിൽ ഗ്രേറ്റ് ചെയ്തെടുക്കുക. അതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര കേട്ടോ, വൈറ്റ് ഷുഗർ മതി. 2 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് നമുക്കെന്ന് വെച്ചാൽ 1 ടേബിൾ സ്പൂൺ നമുക്ക് നമ്മളുടെ നാരങ്ങാനീര് നമുക്ക് ഇല്ലാത്ത ഒരു സംഭവം ഇല്ലല്ലോ. നമുക്ക് ലൈം ജ്യൂസ്, ലെമൺ, അതൊരു 1 ടേബിൾ സ്പൂൺ എടുക്കുക.
അത് മിക്സ് ചെയ്യുക. ദെൻ ചില ആൾക്കാർക്ക് ലൈമിൻ്റെ പ്രോബ്ലം സ്കിന്നിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് കുഴപ്പമില്ല, അത് ഒഴിവാക്കുക. അതല്ലാത്തവരാണെങ്കിൽ അല്ലെങ്കിൽ ക്വാണ്ടിറ്റി കുറച്ചെടുക്കുക. അതല്ലെങ്കിൽ അതേ ഹാഫ് ലൈം എടുത്താൽ മതി, ഫുൾ എടുക്കണം എന്നില്ല, ഒരു ഹാഫ് ലൈം എടുക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ജ്യൂസ് എടുക്കുക. ദെൻ അതിൻ്റെ കൂടെ നമുക്ക് ഹണി ആഡ് ചെയ്ത് കൊടുക്കുക, 1 ടേബിൾ സ്പൂൺ ഹണി ആഡ് ചെയ്ത് കൊടുക്കാം. ദെൻ അതിലേക്ക് നമുക്ക് ഇനി അടുത്ത വേണ്ടതെന്ന് വെച്ചാൽ നമ്മളുടെ ഓറഞ്ച് ഹാഫായിട്ട് കട്ട് ചെയ്തിട്ട് ഓറഞ്ചിൻ്റെ ജ്യൂസും കൂടി എടുക്കുക. ഇതെല്ലാം തന്നെ നല്ലപോലെ മിക്സ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതിൽ 2 കാര്യങ്ങൾ എനിക്ക് വേറെ പറയാനുണ്ട്. ഇത് ആദ്യം പറഞ്ഞു തരാം, എന്നിട്ട് പറയാം. നല്ലപോലെ മിക്സ് ചെയ്യുന്ന വെച്ചാൽ അത്രയും ഇതെല്ലാം മിക്സ് ചെയ്ത് ശരിക്കും ഇതെല്ലാം ഒറ്റ ഇതിൽ കിടക്കണം. നമ്മളിപ്പോൾ ഹണി ഉണ്ട്, അതിലേക്ക് നമ്മൾ ലൈം എടുത്തിട്ടുണ്ട്, അതുപോലെ ഓറഞ്ച് ജ്യൂസ് എടുത്തിട്ടുണ്ട്, എല്ലാം തന്നെ നമുക്ക് ഇതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ദെൻ നമുക്കിപ്പം ഓറഞ്ച് കട്ട് ചെയ്തപ്പോൾ ഓറഞ്ചിൻ്റെ തൊലി ഉണ്ടല്ലോ, അത് നമ്മൾ ചെറിയ പീസായിട്ട് കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്യുക. കട്ട് ചെയ്ത് ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കുക. അതുപോലെ നമ്മൾ ആദ്യം പഴം എടുത്തല്ലോ, അപ്പോൾ അതിൻ്റെ ബനാന തൊലി ഉണ്ടല്ലോ, അതും കൂടി എടുക്കുക. അതും കൂടി ചെറിയ കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് അതൊരു ബൗളിൽ സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വയ്ക്കണം കേട്ടോ. എന്നിട്ട് ആ ഒരു ബൗളിൽ നമുക്ക് മാറ്റി വെച്ച് ബൗളിലേക്ക് കുറച്ച് 2 ടീസ്പൂൺ അതായത് നമ്മളുടെ ഓറഞ്ചിൻ്റെ തൊലിയും അതുപോലെ തന്നെ നമ്മളെ പഴത്തിൻ്റെ തൊലിയും കുഞ്ഞു പീസായിട്ട് ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്താൽ മതി. അത് നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ചെറിയ പീസായിട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓക്കെ എടുക്കുന്ന, ഇല്ലെങ്കിൽ ടീസ്പൂൺ എടുത്താലും മതിയാവും, നമ്മളുടെ ബേബി ഓയിൽ നിർബന്ധമാണ്. അപ്പോൾ ബേബി ഓയിൽ എടുക്കുക. ദെൻ അത് ഇതിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വയ്ക്കുക. ഇത് എന്തിനാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വയ്ക്കുക. അപ്പോൾ നമുക്കിവിടെ ഒരു പാക്ക് ഉണ്ട്. ദെൻ അതുപോലെ തന്നെ ഒരു സ്ക്രബ്ബ് പോലെ ഒരു സംഭവം കൂടെ നമ്മളിവിടെ റെഡിയാക്കി വെച്ചേക്കുവാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളുടെ ഫേസ് നല്ലതുപോലെ ക്ലീൻ ചെയ്ത്, അതായത് നമ്മൾ ക്ലെൻസറൊക്കെ ഇട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മളുടെ ഈ പാക്ക് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ആദ്യത്തെ പാക്കായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് നമ്മൾ ആദ്യം അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. ഇതൊരു 10 മിനിറ്റ് മുതൽ ഒരു 18 മിനിറ്റ് വരെ ഏകദേശം വെക്കുക കേട്ടോ. ഓയിലി സ്കിന്നാണെങ്കിൽ നമുക്കിത് കുറച്ച് ടൈം എടുക്കും, സ്കിന്നിലേക്ക് ഒന്ന് അബ്സോർവ് ചെയ്ത് വരാനായിട്ട് കുറച്ച് ടൈം എടുക്കും ഓയിലി സ്കിന്നാണെങ്കിൽ. അതല്ല നമുക്ക് നോർമൽ ടു ഡ്രൈ സ്കിന്നാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആവും. അപ്പോൾ ഒരു 10 to 15 മിനിറ്റ് ആകുമ്പോഴേക്കും നമുക്ക് മാറ്റാം. ഓക്കെ, അതല്ല ഓയിലി സ്കിന്നുകാരാണെങ്കിൽ ഒരു 18 മിനിറ്റ് വരെ നമുക്കിത് വെക്കണം. അതിനുശേഷം നമ്മളിത് വാഷ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇനിയാണ് നമ്മളുടെ ഈ ഒരു പഴത്തിൻ്റെയും ഓറഞ്ചിൻ്റെയും തൊലി കൊണ്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് നോക്കുക. ഇത് ഈ പഴവും അതുപോലെ തന്നെ ഓറഞ്ച് രണ്ടും നമ്മൾ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കണം, ഇതിൻ്റെ തൊലി മാത്രമായിട്ട്. അതിലേക്ക് നമ്മൾ ബേബി ഓയിൽ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് കൈകൊണ്ട് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. നല്ലപോലെ മിക്സായി കിടക്കണേ, ചുമ്മാ അങ്ങനെ ഒഴിച്ചിട്ട് കാര്യമില്ല, കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് അതെടുത്തിട്ട് അത് വെച്ചുകൊണ്ട് നമ്മളുടെ ഈ പാക്ക് എടുക്കുന്നതിന് മുമ്പ് ഒരു 3 to 5 മിനിറ്റ്സ് ഈ ഓറഞ്ച് തൊലിയും അതുപോലെ തന്നെ ഈ പഴവും കൂടെ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് റബ്ബ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ സ്കിന്ന് നല്ലപോലെ റബ്ബ് ചെയ്യുക. നമ്മൾ സ്ക്രബൊക്കെ ചെയ്യില്ലേ, ആ രീതിയിൽ ഈ പാക്ക് എടുക്കുന്നതിൻ്റെ കുറച്ച് മുമ്പായിട്ട് നമ്മളിത് നന്നായിട്ട് റബ്ബ് ചെയ്യുക. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ വാഷ് ഔട്ട് ചെയ്ത് നോക്കുവാണെങ്കിൽ നല്ല വ്യത്യാസം ഉണ്ടാവും. കാരണം നമുക്കിതിനകത്ത് ഓറഞ്ച് ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്, പഴമുണ്ട്, നമ്മൾ സ്കിന്നിനെ ഭയങ്കര മോയ്സ്ചറാക്കും, ഹണി ഉണ്ട്, ലൈമുണ്ട്, എല്ലാം തന്നെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. അതുമാത്രമല്ല ഈ പഴത്തിൻ്റെ തൊലിയാണെങ്കിലും ശരി, അതുപോലെ തന്നെ നമുക്കറിയാമല്ലോ ഓറഞ്ചിൻ്റെ തൊലിയൊക്കെ നമുക്ക് വൈറ്റമിൻ സി ഒക്കെ ആയിട്ട് നമ്മൾ ഒരുപാട് എടുക്കുന്ന, അപ്പോൾ ഓറഞ്ചിൻ്റെ ജ്യൂസ് വരുമ്പോൾ തന്നെ ഇവിടെ വൈറ്റമിൻ സിയും എല്ലാം തന്നെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് സ്കിന്നിൽ ഒരുപാട് മാറ്റവും പിഗ്മെൻറ്റേഷനും അതുപോലെ തന്നെ ടാൻ കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്യും. അതിൻ്റെ കൂടെ റിങ്കിൾസ് നല്ലതുപോലെ കുറയുന്നുള്ളതാണ്. അപ്പോൾ ഇത് ആഴ്ചയിൽ 2 or 3 പ്രാവശ്യമൊക്കെ ട്രൈ ചെയ്യുക മാത്രമല്ല, ട്രൈ ചെയ്തിട്ട് എനിക്ക് എന്തായാലും ഇത് കമൻറ്റ് ചെയ്ത് അറിയിക്കുകയും വേണം കേട്ടോ. അപ്പോൾ ഒരു കാര്യം കൂടെ പറയാനുണ്ട്, നമ്മളെപ്പോഴും സ്കിന്നിൻ്റെ കാര്യം മാത്രമേ എല്ലാവരും ശ്രദ്ധിക്കുന്നുള്ളൂ, ഹെയറിൻ്റെ കാര്യം ആരും തന്നെ ശ്രദ്ധിക്കുന്നില്ല. ഹെയറിൻ്റെ കാര്യം തീർച്ചയായിട്ടും നമ്മളുടെ സൗന്ദര്യം എന്ന് പറയുന്നത് നമ്മളുടെ ഫേസ് പോലെ തന്നെ, നമ്മളുടെ സ്കിന്ന് പോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഹെയറും. അപ്പോൾ ഹെയർ കെയറിൻ്റെ ക്ലാസ് വരുന്നുണ്ട്, നെക്സ്റ്റ് ഡേ തന്നെ വരുന്നുണ്ട്, എല്ലാവർക്കും അറിയാം, ഫ്രൈഡേ ആണ്. സോ അപ്പോൾ ആ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ചിലപ്പോൾ നമുക്ക്
എന്താ പറയുക, ചിലപ്പോൾ ഒരു പോസ്റ്റ്പോണ്ട് ചെയ്യേണ്ട ഒരു ഇതിലേക്ക് ഉണ്ട്. കാരണം ഇവിടുത്തെ സ്ട്രൈക്കും കാരണങ്ങൾ കൊണ്ട് 1-2 ദിവസത്തേക്ക് ചിലപ്പോൾ പോസ്റ്റ്പോണ്ട് ആവും. അത് നമ്മൾ ഇൻഫോം ചെയ്യും. സോ അപ്പോൾ എന്തായാലും ഹെയറിൻ്റെ ക്ലാസ് വരുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാം. അതിൽ ഹെയർ കെയർ, ഹെയർ ട്രീറ്റ്മെൻറ്റ്, നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ എങ്ങനെയാണ് ഹെയർ സെറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് എല്ലാം തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട്. പ്രൊഡക്ട്സ് നോളേജ് ഉണ്ട്. ലൈവ് ക്ലാസ് ആണ്. ലൈവ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് വീഡിയോ റെക്കോർഡഡ് ആയിട്ടും അയച്ചു തരും. അത്രമാത്രം ഡീറ്റെയിൽഡ് ആയിരിക്കും. ഈ ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഹെയറിനെ കുറിച്ച് ഒരു സംശയം ഉണ്ടാവില്ല. അതെനിക്ക് ഉറപ്പ് പറയാൻ വേണ്ടി പറ്റൂ കേട്ടോ. അതും വെറും കുഞ്ഞ് ഫീസിലാണല്ലോ, 399 രൂപ മാത്രമേ ഉള്ളൂ. നമ്മുടെ വാട്സപ്പ് നമ്പർ കമൻറ്റ് ബോക്സിലുണ്ടാവും. അതിൽ മെസ്സേജ് ചെയ്തിട്ട് നിങ്ങൾക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്തോളൂ. അപ്പോൾ ഈ പാക്ക് സൂപ്പറായിട്ടുള്ള പാക്കാണ്. ഏത് പ്രായത്തിലും നമുക്കിത് യൂസ് ചെയ്യാം. റിങ്കിൾസോ ഒന്നും തന്നെ വരത്തില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും എനിക്ക് കമൻറ്റ് ചെയ്ത് അറിയിക്കണം. അപ്പോൾ ഓക്കെ, കാരണം ഒരുപാട് പേര് ഒരുപാട് പാക്കുകൾ ട്രൈ ചെയ്തു, നല്ല റിസൾട്ട് ഉണ്ട് എന്നുള്ളത് എനിക്ക് കമൻറ്റ് ചെയ്യുന്നുണ്ട്. ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ ഇതും ട്രൈ ചെയ്തിട്ട് അറിയിക്കുക. ഓക്കെ, താങ്ക് യു, ബൈ. അപ്പോൾ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം തന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കാനും മറക്കരുത്. ബൈ.